നമ്മൾ എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? കേവലം ആനന്ദത്തിന് വേണ്ടി മാത്രമാണോ? ആനന്ദത്തിന് വേണ്ടി മാത്രമാണോ നമ്മൾ വിവാഹം കഴിക്കുന്നതല്ല. നമ്മളെ മക്കൾ നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാ. മക്കൾ രക്ഷപ്പെടുത്തും. ഒരു കുട്ടി എങ്ങാനും ചെറുപ്പത്തിൽ മരിച്ചുപോയാൽ പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ചാൽ, സാധാരണ എത്ര വലിയ ആലിമിന്റെ മയ്യത്ത് വെച്ചാലും ശരി, ആബിദിന്റെ മയ്യത്ത് വെച്ചാലും ശരി, ഏത് വലിയവന്റെ മയ്യത്ത് കൊണ്ടുവന്നാലും ശരി, നമ്മൾ മയ്യത്ത് സ്കാരത്തിൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട്. അതിൽ കൂട്ടിച്ചേർക്കലൊന്നുമില്ല. അത് നമ്മൾ അല്ലാഹു മഗ്ഫിർ ലഹു വറഹംഹു എന്ന് പറയുന്ന ദുആ നടത്തും. നേരെ മറിച്ച് ഒരു കൊച്ചു കുട്ടിയാണ് മരിച്ചതെങ്കിലോ ഉറപ്പാണ് ആ കുട്ടീൻ്റെ മാതാപിതാക്കൾക്ക് വലിയ സങ്കടം ഉണ്ടാവും. അല്ലാഹ് കൊടുത്ത വലിയ നിഅമത്താ. അല്ലാഹ് തഫ്സീറിന്റെ പദം പറഞ്ഞുകൊണ്ട് ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. ബശ്ശർനാ തഫ്സീറിന്റെ പദം സന്തോഷത്തിന്റെ പദമാണ്. ഒരാൾക്ക് കുഞ്ഞുണ്ടാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പ്രവാചകന്മാർ കുഞ്ഞിന് വേണ്ടി യാചിച്ചപ്പോൾ തിരിച്ചു പറഞ്ഞ വചനങ്ങളൊക്കെ അങ്ങനെയാണ്. ഈ സദസ്സിൽ ഏതെങ്കിലും കുട്ടികളില്ലാത്ത ഉമ്മയോ ഉപ്പയോ ഉണ്ടെങ്കിൽ അവർക്കറിയാം അതിൻ്റെ സങ്കടം. കുഞ്ഞുങ്ങളുള്ളവർക്ക് അതറിയില്ല. കുട്ടിയില്ലാത്ത ആളുകൾ ചികിത്സയ്ക്ക് വേണ്ടി ലക്ഷങ്ങൾ ചിലവാക്കാൻ തയ്യാറാവും. എന്താ കാരണം? ഒരു കൊച്ചു കുഞ്ഞിനെ ജീവിതത്തിൽ കിട്ടുക എന്നുള്ള അവരാഗ്രഹം. അതിനുവേണ്ടി അവരെന്തും ചെയ്യും. എത്ര പണം ചെലവഴിക്കും. ഹലാലായ മാർഗത്തിൽ അവർ ചികിത്സ നടത്തും. അതിനുവേണ്ടി പണം ചെലവഴിക്കും. അതൊരു കുഞ്ഞില്ലാത്തതിൻ്റെ വിഷമം മാറാൻ വേണ്ടിയിട്ടാണ്. ഒരു കുഞ്ഞുണ്ടായി കാണാൻ വേണ്ടിയിട്ടാണ്. ആ കുഞ്ഞ് ചെറുപ്പത്തിൽ അങ്ങ് മരിച്ചു പോകുമ്പോൾ ഏത് ഉപ്പാക്കും ഉമ്മാക്കും വല്ലാത്തൊരു സങ്കടം ഉണ്ടാവും. ആ കുട്ടിയുടെ മയ്യത്ത് അവിടെ കൊണ്ടു ചെന്ന് വെച്ചാൽ ആ മയ്യത്തിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്താ പറയേണ്ടത്? അവിടെ വെച്ചുകൊണ്ട് പറയും അല്ലാഹുമ്മ ജഅൽഹു ഫറതൻ ഫറതൻ ലിഅബവൈഹി. ആ വാചകത്തിൻ്റെ പ്രത്യേകത എന്താ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ആ കുഞ്ഞിൻ്റെ പിതാവ്, ആ കുഞ്ഞിൻ്റെ മാതാവ് നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടി പടച്ചറബ് സലഫം വദുഖറം വഇദതൻ വഅതിബാറൻ വശഫീഅൻ ലഹുമാ, ഇവരുടെ ഒരു മുൻഗാമിയായി അവിടെ ചെന്നുകൊണ്ട് ഇവരെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇവർക്ക് ശുപാർശ ചെയ്യാൻ, ഇവർക്കൊരു നിക്ഷേപ സ്വത്തായ കുഞ്ഞവിടെ ഉണ്ടാവട്ടെ. ഈ ബാപ്പാക്കും ഉമ്മാക്കും ആ കുട്ടി അവിടെ ഉണ്ടെങ്കിൽ എന്ത് കിട്ടുമെന്നാണ് നിങ്ങൾ കരുതിയത്? അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ വളരെ മനോഹരമായി പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കൊരു കുഞ്ഞിനെ നമ്മൾ ശരിക്ക് വളർത്തുമ്പോൾ കിട്ടുന്ന ഗുണം. ആ കുട്ടി എങ്ങാനും ചെറുപ്പത്തിൽ മരിച്ചു പോയാൽ, ആ കുട്ടി ചെറുപ്പത്തിൽ മരിച്ചാൽ പോലും നമുക്ക് അള്ളാഹു നിഅമത്ത് തരികയാണ്. നമ്മൾ ദുഃഖിക്കും ആ നിഅമത്തിന്, ആ ദുഃഖത്തിന് പടച്ചറബ് നിഅമത്ത് തരികയാണ്. നേരെ മറിച്ച് വലുതായതിൻ്റെ ശേഷം ആ കുട്ടി നന്നായാലോ, നല്ല കുട്ടിയായി ദീൻ പഠിച്ചുകൊണ്ട് നമ്മുടെ ഖബറിൻ്റെ അടുത്ത് വന്നുകൊണ്ട്, ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് ബാപ്പ മരിച്ചാൽ ഉമ്മ മരിച്ചാൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വല്ലാഹുമ്മ ഗ്ഫിർ ലഹാ, എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണം, എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എത്ര വലുതാണ്. നമ്മളൊക്കെ സകല വഅദിൻ്റെ വേദിയിലും ചെറുപ്പത്തിലേ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവന് ലഭിക്കുന്ന 3 കാര്യങ്ങൾ. ഒന്ന് അവൻ്റെ ഇൽമാണ്, അത് മദ്രസയിൽ നിന്ന് കിട്ടും. രണ്ടാമത്തേത് ധ്യാനം ചെലവഴിച്ച നല്ല പണം, ദീനിന് വേണ്ടി ചെലവഴിച്ചവൻ സ്വതക്കത്തുൻ ജാരിയ, മദ്രസയ്ക്ക് വേണ്ടി ചെലവഴിച്ചാലും അത് കിട്ടും. അതുപോലെ തന്നെ വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ ഒരു സന്താനം. അവിടെ ആൺകുട്ടിയെന്ന് മാത്രം കണക്കാക്കണ്ട, പെൺകുട്ടിയാണെങ്കിലും നല്ല സ്വാലിഹത്തായ പെണ്ണാണെങ്കിലും ബാപ്പാക്ക് അതിൻ്റെ ഉപകാരം കിട്ടും. വീട്ടിൽ വെച്ച് ദുആ ചെയ്താൽ മതി. ആ വീട്ടിൽ വെച്ച് ദുആ ചെയ്യുന്ന പെൺകുട്ടിയുടെ ദുആ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഖബറിലേക്ക് എത്തും. അതും മദ്രസയിൽ നിന്ന് വേണം പഠിക്കാൻ. ദുആ പഠിക്കണ്ടേ? സ്വന്തം ബാപ്പ മരിച്ചിട്ടൊന്ന് മയ്യത്ത് നിസ്കരിക്കാൻ പോലും കഴിയാത്ത ചെറുപ്പക്കാരൻ്റെ ഗതി എത്ര അപകടകരമാണ്. നമ്മളെ പോറ്റി വളർത്തിയ, നമുക്ക് വേണ്ട എല്ലാം തന്ന, നമുക്ക് വേണ്ടി ഉറക്കൊഴിച്ച, നമ്മളെ കൊണ്ട് നടന്ന ഉമ്മ, 8-9 മാസം വയറ്റിൽ ഗർഭം ചുമന്നു കൊണ്ട് നടന്ന ഉമ്മ മരിച്ചിട്ട് ആ മയ്യത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അല്ലാഹുവേ എൻ്റെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് ആ ഉമ്മയുടെ മയ്യത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് ആളുകൾക്ക് ഇമാമായി നിന്നുകൊണ്ടൊന്ന് നിസ്കരിക്കാൻ കഴിയാത്തവരാണ് നമ്മുടെ മക്കളായി നമ്മുടെ മുമ്പിലുള്ളതെങ്കിൽ എന്ത് ഉപകാരമാണ് അവരെ കൊണ്ടുള്ളത്? ഒരു ഉമ്മാക്ക് അവസാനമായി കൊടുക്കേണ്ടതാണ്. എൻ്റെ ഉമ്മാക്ക് പടച്ചവനെ പൊറുക്കണേ എന്നൊരു കുഞ്ഞ് പറയും പോലെ ആർക്ക് പറയാൻ കഴിയും? ആ ഒരു ബന്ധം ഉമ്മയും മക്കളും തമ്മിലുണ്ടാകും. ഇനി ചെറുപ്പത്തിൽ ആ കുട്ടി മരണപ്പെട്ടു പോയാൽ പോലും അള്ളാഹു നമുക്ക് തന്ന നിഅമത്തിന്റെ വലിപ്പം എത്രയെ നിങ്ങൾ അറിയുമോ? ഹദീസിന്റെ കിതാബിൽ കാണാം, ഇദാ മാത വലദുൽ അബ്ദി, ഒരാളുടെ ഒരു അടിമയുടെ, എൻ്റെ ഒരു അടിമയുടെ, അള്ളാഹുവിൻ്റെ പ്രവാചകരോട് പടച്ചറബ് ഈ സമൂഹത്തെ അറിയിക്കാൻ പറഞ്ഞ കാര്യമാണ്. ഒരടിമയുടെ ഒരു കുട്ടി മരിച്ചു പോയാൽ അള്ളാഹു പറയുന്നു, ഖാലല്ലാഹു ലിൽ മലായിക, ഒരാളുടെ കുഞ്ഞ്, നമ്മുടെ ഏതെങ്കിലും ഒരു കുട്ടി ചെറുപ്പത്തിൽ മരിച്ചു പോയാൽ അള്ളാഹു മലക്കുകളെ വിളിച്ചുകൊണ്ട് പറയുന്നു, ആ മലായിക്കളോട് കബത്തും വലദ അബ്ദി, കബത്തും വലദ അബ്ദി, എൻ്റെ അടിമയുടെ കുഞ്ഞിൻ്റെ റൂഹ് നിങ്ങൾ പിടിച്ചുവോ? അഫയഖൂലൂന, മലക്കുകൾ പടച്ചറബിനോട് പറയും, നഅം, അല്ലാഹുവേ ഇന്നാൽ ഇന്ന അടിമയുടെ മകനെ ഞങ്ങൾ പിടിച്ചു, അവൻ്റെ റൂഹ് ഞങ്ങൾ പിടിച്ചു. ഫയഖൂലു, അല്ലാഹു വീണ്ടും ചോദിക്കും, കബത്തും സമറത്ത ഫുആദിഹി,
അവൻ്റെ ഹൃദയത്തിൻ്റെ പുഷ്പത്തെ നിങ്ങൾ കൊണ്ടുപോയോ? അവൻ്റെ ഹൃദയ പുഷ്പത്തെ നിങ്ങൾ കൊണ്ടുപോയോ എന്ന ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ്? അവൻ്റെ ഹൃദയത്തിൽ അവൻ വളരെ വലിയ സ്നേഹം വെച്ച് പുറത്തൊരു കുഞ്ഞിനെയല്ലേ നിങ്ങൾ മരിപ്പിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് റൂഹ് പിടിക്കാൻ പറഞ്ഞത്. പടച്ചറബിൻ്റെ കൽപ്പന പ്രകാരമാണ് അജൽ നിശ്ചയിച്ചത്. എന്നിട്ട് റൂഹ് പിടിച്ചതിന് പടച്ചറബ് എന്തിനാ ചോദിക്കുന്നത്? ആ മനുഷ്യൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ്. അള്ളാഹു മലക്കുകളോട് ചോദിക്കുന്ന, മലക്കുകളെ അവൻ്റെ ഹൃദയത്തിൻ്റെ പുഷ്പത്തെ നിങ്ങൾ പിടിച്ചുപോ. ഫയഖൂലൂന നഅം. മലക്കുകൾ പറയും, അല്ലാഹുവേ ആ കുഞ്ഞിൻ്റെ ജീവിതം ഞങ്ങൾ കൊണ്ടുപോയി പരലോകത്തേക്ക്. ആ സമയത്ത് പടച്ചറബ് ചോദിക്കുന്നു, മാദാ ഖാല അബ്ദീ, ആ കുട്ടി മരിച്ചിട്ട് എൻ്റെ അടിമ എന്താണ് പറഞ്ഞത്? ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ എന്താണ് പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മലക്കുകൾ പറയുന്നു, ഹമിദക, അവർ നിന്നെ സ്തുതിച്ചു. ആ ഉപ്പ നിന്നെ സ്തുതിച്ച്, പഠിച്ചവനെ നിന്നെക്കുറിച്ചൊരു മോശഭിപ്രായവും പറഞ്ഞില്ല, എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയ റബ്ബ് ക്രൂരനാണെന്ന് പറഞ്ഞില്ല, നിന്നെക്കുറിച്ചൊരു മോശപ്പെട്ട അഭിപ്രായം പോലും പറഞ്ഞിട്ടില്ല. മാത്രമല്ല വസ്തർജഅ, അവർ ഇസ്തിർജാ ചെയ്തിട്ടേ ഉള്ളൂ. ഇസ്തിർജാ ചെയ്യുക എന്നാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുക, അത്ര മാത്രമേ ആ പിതാവ് ചെയ്തുള്ളൂ, വേറൊന്നും ചെയ്തിട്ടില്ല. ആ സമയത്ത് ഫയഖൂലുല്ലാഹ്, ആ പിതാവിൻ്റെ ക്ഷമയെക്കുറിച്ച് മലക്കുകൾ പടച്ച റബ്ബിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ റബ്ബ് പറയും അത്രേ, ഇബ്നൂ ലി അബ്ദി ബൈതം ഫിൽ ജന്ന, എൻ്റെ അടിമക്ക് നിങ്ങൾ സ്വർഗത്തിലൊരു വീട് നിർമ്മിച്ചു കൊടുക്കണേ, എൻ്റെ അടിമക്ക് നിങ്ങളൊരു വീട് നിർമ്മിച്ചു കൊടുക്കണേ. മാത്രമല്ല വസമ്മൂ, ആ ബൈത്തിന്, ആ വീട് വസമ്മൂഹു, ആ ബൈത്തിന് നിങ്ങൾ പേര് വെക്കണം ബൈത്തുൽ ഹംദ്, അനുഗ്രഹത്തിൻ്റെ വീട് എന്ന് പേര് വെച്ചുകൊണ്ടൊരു വീട് അയാൾക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ബാപ്പാക്ക് കുട്ടി മരിച്ചപ്പോൾ ഒരു വീട് കിട്ടി സ്വർഗത്തിൽ, പോരെ? ഈ കുഞ്ഞിനെ കൊണ്ടാണ് വീട് കിട്ടിയത്. ഇനി അഥവാ ഈ ബാപ്പയും ഉമ്മയും ഈ കുഞ്ഞ് മരിച്ചു, അവർ ഭാഗ്യത്തിന് സ്വർഗത്തിൽ പോകാതെ നിർഭാഗ്യവശാൽ നരകത്തിലേക്ക് പോകേണ്ടി വന്നു. ചെറുപ്പകാലത്ത് കഴിഞ്ഞതിന് ശേഷം ഈ കുഞ്ഞ് മരിച്ചു പോയാൽ ആ കുഞ്ഞിൻ്റെ ഉപ്പയും ഉമ്മയും നരകത്തിലേക്ക് പോകുന്ന ഗതിയിലാണ് ജീവിച്ച് മരിച്ചു പോയതെങ്കിൽ, അള്ളാഹുവിൻ്റെ വിധിയിൽ ക്ഷമിക്കാതെ മരിച്ചുപോയ ഉപ്പയും ഉമ്മയുമാണെങ്കിൽ, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഉപ്പയും ഉമ്മയും ശ്രദ്ധിക്കണം, കുഞ്ഞുങ്ങളെ കൊണ്ട് നമുക്കുള്ള നേട്ടം. ആ സ്വർഗലോകത്ത് ഈ കുഞ്ഞ് എത്തിപ്പെടുന്നു. മരണാനന്തരം യൗമുൽ ഖിയാമ വരുമ്പോൾ സകലരും മരിക്കും, വിധി പ്രഖ്യാപിക്കും. ഫരീഖും ഫിൽ ജന്നതി വ ഫരീഖും ഫിസ് സഈർ. വിജയത്തിൻ്റെ ഗണത്തിലേക്കും പരാജയത്തിൻ്റെ ഗണത്തിലേക്കും പടച്ച റബ്ബ് ഇരുവിഭാഗത്ത് തിരിച്ചു വരും. അള്ളാഹു നമ്മളെ വിജയികളുടെ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. ആ സന്ദർഭത്തിൽ ഈ കുഞ്ഞ് സ്വർഗത്തിൽ ഇങ്ങനെ പരതും. എൻ്റെ ഉപ്പയെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ എവിടെയും കാണുന്നില്ല. ആ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താ? അള്ളാഹുവിൻ്റെ പ്രവാചകർ പറയുന്നു, സിആറുഹും ദആമീസുൽ ജന്ന, സിആറുഹും, ഈ കൊച്ചുകുട്ടികൾ, ദആമീസുൽ ജന്ന. ദആമീസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദആമീസ് എന്ന് പറഞ്ഞാൽ ജലത്തിൽ വളരുന്ന കൊച്ചുപ്രാണികളാണ്. ജലത്തിൽ വളരുന്ന കൊച്ചുപ്രാണികൾ ജലത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ജലത്തിൽ തത്തിക്കളിക്കുന്ന പ്രാണികളെ പോലെ സ്വർഗത്തിൽ ഓടി നടക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ. യൽക്കാ അഹദുഹും അബാഹു ഔ അബവൈഹ്, അവരുടെ മാതാവിനെയും പിതാവിനെയും കാണാൻ ആഗ്രഹിക്കുന്ന ഈ കൊച്ചുകുട്ടികളെ കുറിച്ച് പറയുന്നു. ഈ കുട്ടികൾ സ്വർഗത്തിൽ ഇങ്ങനെ തത്തിക്കളിക്കുകയാണ്. സ്വാഭാവികമായും കുഞ്ഞിന് വാപ്പാനെ കാണാൻ ആഗ്രഹം ഉണ്ടാവും. ഇടക്കാലത്ത് വെച്ച് മരിച്ചു പോകുന്നതാ. വാപ്പാൻ്റെ സ്നേഹം പൂർണ്ണമായി കിട്ടിയിട്ടില്ല, ഉമ്മാൻ്റെ സ്നേഹവും പൂർണ്ണമായി കിട്ടിയിട്ടില്ല. ഉമ്മാക്ക് ഭൂമിയിൽ ദുഃഖമുണ്ട്, വാപ്പാക്ക് ദുഃഖമുണ്ട്, ഈ കുട്ടിക്ക് അവിടെയും ദുഃഖമുണ്ട്. ഈ ദുഃഖത്തിൻ്റെ പ്രത്യേക അവസ്ഥയിൽ ഈ കൊച്ചു കുഞ്ഞ് അവിടെ ഇങ്ങനെ കരയാൻ പോവാണ്. കുഞ്ഞിങ്ങനെ കരഞ്ഞിട്ട് എൻ്റെ ഉപ്പ എവിടെയോ ഉമ്മ എവിടെയോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ കരയൂത്തറേ. താരീഖിൻ്റെ കിതാബിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് എന്തിനാണ് ഈ കുട്ടി കരയുന്നതെന്ന് അള്ളാഹു അന്വേഷിക്കും. മലക്കുകൾ അന്വേഷിക്കുമ്പോൾ അവർക്ക് വിവരം കിട്ടി, ഈ കുട്ടിയുടെ ഉപ്പാനെയും ഉമ്മായും കാണാത്തോണ്ടാണ് അവർ നരകത്തിലാണ്. അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരം, പടച്ചറബിൻ്റെ പ്രത്യേക ഉത്തരവ് പ്രകാരം ഈ കുട്ടിക്ക് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളെ നരകത്തിൽ നിന്ന്, നരകത്തിൻ്റെ ഹാലൊക്കെ മാറ്റിയിട്ട് അവരെ കൊണ്ടുവന്ന് ഹാജരാക്കും. നരകത്തിൻ്റെ ഹാല് മാറ്റിയിട്ട് അവരെ കൊണ്ടുവന്ന് ഹാജരാക്കും. കുറച്ച് സമയം ജയിൽ പുള്ളികളെയൊക്കെ നമ്മൾ കാണാനൊരു അവസരം കിട്ടാറുണ്ടല്ലോ. എന്ന പോലെ ഫിക്സഡ് ടൈം ഈ കുട്ടിക്ക് മാതാപിതാക്കളെ കാണാനൊരു അവസരം കൊടുക്കും. ആ അവസരം കൊടുക്കുമ്പോൾ ഈ കുട്ടി മാതാപിതാക്കളെ കാണും. ആ കാണുന്ന രംഗത്തെക്കുറിച്ച് ഹദീസിൻ്റെ കിതാബിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് കാണുന്നത്? സ്വന്തം ഉമ്മാൻ്റെ കയ്യിലോ ഉപ്പാൻ്റെ കയ്യിലോ വസ്ത്രത്തിലോ കുട്ടി പിടിച്ച് തൂങ്ങും. നിങ്ങളെ കുട്ടികൾ നിങ്ങളെ കാണുമ്പോൾ തുണി പിടിച്ചൊരു തൂങ്ങലുണ്ട്, തുണിയുടെ മറയത്തൊരു ചുരുട്ടലുണ്ട് കുട്ടിക്ക്. ആ കുട്ടിക്ക് ബാപ്പാൻ്റെ കയ്യിലൊരു തൂങ്ങലുണ്ട്. ഈ തൂങ്ങൽ പോലെ കുട്ടി നിങ്ങളെ മുമ്പിൽ വരും. നബിത്തങ്ങൾ ഇത് ശരിക്ക് സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തപ്പോൾ അതിൻ്റെ കൃത്യമായ ആവിഷ്കാരം പോലും കാണിച്ചു കൊടുത്തു എന്ന ഹദീസിലുണ്ട്. മുത്തുനബി തങ്ങൾ അങ്ങനെയാണ്.
ഒരു വിഷയം സ്വഹാബത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി മുത്തുനബി തങ്ങൾ കൃത്യമായി അതിൻ്റെ നരേഷൻ തന്നെ വരച്ചു കൊടുത്തു. എങ്ങനെ? കമാ ആഖുദു ബിസ്വനീഫി, കമാ ആഖുദു, ഞാൻ ഈ പിടിക്കുന്നത് പോലെ, ബിസ്വനീഫത്തി സൗബിക ഹാദാ, തുണി, ഒരു സ്വഹാബിയുടെ തുണി പിടിച്ചിട്ട് നബി തങ്ങൾ പറയും, ആ തുണീൻ്റെ തലണ് പിടിച്ചിട്ട്, ഞാനിപ്പം നിന്റെ ഈ തുണി പിടിച്ച പോലെ നബി തങ്ങൾ പറയുന്നു, നാളെ നിന്റെ കുട്ടി നിന്നെ പരലോകത്ത് വന്ന് പിടിക്കും. നബി തങ്ങൾ ഒരു സ്വഹാബിൻ്റെ തുണി ഇങ്ങനെ പിടിച്ചിട്ട്, സ്വനീഫത്ത് എന്ന് പറഞ്ഞാൽ തുണിയാണ്. അതിന് തുണിയുടെ അറ്റെന്ന് പറഞ്ഞാലും വേണ്ടില്ല, കോന്തല എന്ന് പറഞ്ഞാലും വേണ്ടില്ല, തല എന്ന് പറഞ്ഞാലും വേണ്ടില്ല. സ്വനീഫത്തിൻ്റെ അർത്ഥത ബി സ്വനീഫത്തി സൗബിക ഹാദാ, നിന്റെ തുണിയുടെ തലക്കൽ ഞാൻ ഇപ്പം ഈ പിടിച്ച പോലെ പിടിച്ചിട്ട് കാണിച്ചു നബി തങ്ങൾ. ആ സമയത്ത് ഫലാ യതനാഹ, ഈ കുട്ടി പിടിവിടൂല, അവസാനിപ്പിക്കാതെ ഈ കുട്ടി ഈ മാതാപിതാക്കളെ പിടിച്ചുകൊണ്ടിരിക്കും. ഏതുവരെ? സമയം കഴിയുമ്പോൾ നരകത്തിലേക്ക് ഇവരെ പറഞ്ഞേക്കണ്ടേ? നരകത്തിലേക്ക് പറഞ്ഞേക്കാൻ നോക്കുമ്പോൾ കുട്ടി വിടൂല, കുട്ടിയോടെ പിടിവിടൂല. ചെറുപ്പത്തിൽ എൻ്റെ മാതാപിതാക്കളെ പൂർണ്ണമായി എനിക്ക് കിട്ടിയിട്ടില്ല, എൻ്റെ മാതാപിതാക്കളെ സ്നേഹം എനിക്ക് പൂർണ്ണമായി കിട്ടാതെ ഞാൻ ഇങ്ങോട്ട് പോന്നതാണ്. ഞാൻ സ്വർഗത്തിലാണെങ്കിലും എൻ്റെ ഉപ്പയും ഉമ്മയും കൂടെ ഇല്ലാതെ എന്ത് സ്വർഗമാണ് പടച്ചറബ്ബേ എന്ന് കുട്ടി കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കരുണ ഇറങ്ങുകയാണ്. ഹത്താ യുദ്ഖിലഹുല്ലാഹു വഇയ്യാഹുൽ ജന്ന, ആ കുഞ്ഞിനെയും മാതാപിതാക്കളെയും പടച്ചറബ്ബ് സ്വർഗത്തിൽ കടത്തും. ഈ കുട്ടിയുടെ നിലപാട് കാരണം നമ്മളെ മക്കൾ നമ്മുടെ സ്വർഗത്തൊക്കെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുക. അതാണ് സലഫം വദുഖ്റൻ വഇളത്തെന്നൊക്കെ പറഞ്ഞത്. അതൊരു നിക്ഷേപമാണ്. അങ്ങനെ മരിച്ചുപോയ കുട്ടികൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ദുഃഖിക്കണ്ട. നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി കുട്ടി രണ്ട് കയ്യും നീട്ടി സ്വർഗത്തിൽ കാത്തു നിൽക്കുന്നുണ്ടാവും. നമ്മളെ മരിച്ചുപോയ കുട്ടികളുടെ ഉമ്മമാരും ഉപ്പമാരും ഇവിടെ ഉണ്ടാവും. ഒരു സങ്കടവും വേണ്ട, അവർ നിങ്ങളെ കാത്തിരിക്കും. ആ രീതിയിൽ മരിച്ചുപോയ കുട്ടി സ്വർഗത്തിലേക്ക് നമ്മളെ കാത്തിരിക്കുന്നുവെങ്കിൽ, അന്നം കൊടുത്ത് വെള്ളം കൊടുത്ത് വളർത്തി ഉയർത്തിക്കൊണ്ടുവന്നൊരു കുട്ടി നാളെ പരലോകത്ത് വെച്ചിട്ട് നമ്മൾ അള്ളാഹുവിന് മുമ്പിൽ വേർത്ത് നിൽക്കുമ്പോൾ ഇവർ എന്നെ പഠിപ്പിച്ചില്ല എന്ന് മുഖത്ത് ചൂണ്ടി പറയുമ്പോൾ വിഷമത്രയാ. അത് വരാതിരിക്കണമെങ്കിൽ ഈ കുട്ടിയെ ഉയർന്ന് വളർന്നു വരുമ്പോൾ പഠിപ്പിക്കണം. നമ്മൾ കേവല ഭൗതിക വിദ്യ മാത്രം പഠിപ്പിച്ചാൽ പോരാ, ആ കുട്ടിക്ക് മതബോധം കൃത്യമായി കൊടുക്കണം. ആ കടമ നമ്മൾ നിർവഹിച്ചില്ലെങ്കിൽ പടച്ചറപ്പ് ചോദിക്കുമ്പോൾ കുട്ടി നമ്മളെ ചോദ്യം ചെയ്യും. അതാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്.